നേരത്തെ അർജുന്റെ വീട്ടിലും മുഹമ്മദ് റിയാസ് എത്തിയിരുന്നു, കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു, കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. വളരെയേറെ നന്ദി ന്യൂസ് 18 പ്രതികരിച്ചതിന്. അർജുന്റെ കുടുംബത്തിന് നേരെ നടക്കുന്ന സൈബർ ആക്രമണം അത് അപലപനീയമാണ് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുവെന്നും കുടുംബം നൽകിയ പരാതിയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുടുംബാംഗങ്ങളെ കണ്ട ശേഷമാണ് മാധ്യമങ്ങളോട് മന്ത്രി പ്രതികരിച്ചത്. എല്ലാ നിലയിലുമുള്ള ഏകോപനവും ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോൾ ഓരോ സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരവും അങ്ങനെ ആ നിലയിൽ തന്നെയാണ്. അപ്പോൾ കാര്യങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് ഇടപെട്ട് വരുന്നു. ആർമിയും നേവിയും എല്ലാം ആ നിലയിലുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തി ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാകുമെന്നുള്ളത് തന്നെയാണ് പൊതുവെ കരുതുന്നത്. അത് വളരെ ഗൗരവമാണ്. കുടുംബത്തിനെതിരെ ഇപ്പോൾ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവരും ആ പ്രയാസം പറഞ്ഞു. ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. മനുഷ്യപ്പറ്റില്ലാത്ത ഇത്തരം പ്രവർത്തനം നടത്തുന്നവരെ കർക്കശമായി നേരിടേണ്ട നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അതെ, അത് ആ നിലയിൽ തന്നെ വളരെ ഗൗരവത്തോടു കൂടി ആ സൈബർ അറ്റാക്കിനെ കാണുകയാണ്. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നേരെ ഈ നിലയിലേക്ക് ഉള്ള ഒരു ചെയ്തിക്ക് തയ്യാറാകുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് ആ നിലയിൽ തന്നെ വളരെ ഗൗരവത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യും. റിസൾട്ട് ഉണ്ടാവുന്ന ഒരു വരെ തെരച്ചിൽ തുടരാൻ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഈ ശ്രമം തുടരേണ്ടതുണ്ട്. ആ നിലയിൽ തന്നെയാണ് തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സമ്മർദ്ദം അത് നിലനിർത്തുക സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ്. അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് PM മുഹമ്മദ് റിയാസ് ന്യൂസ് 18 നേരത്തെ വ്യക്തമാക്കിയത്. അതൊരു ഫലം കാണുന്നത് വരെ ആ തെരച്ചിലേക്ക് ഉള്ള ദൗത്യത്തിലേക്കുള്ള ശ്രമം അത് തുടർന്നുകൊണ്ടേയിരിക്കണം. 11 ദിവസമായി. ഇതിനോടകം തന്നെ 11 നാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിനേഷ് കുമാർ അർജുന്റെ വീട്ടിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. വിനേഷ്, മിനിസ്റ്ററിന്റെ പ്രതികരണം ലഭിച്ചപ്പോൾ അങ്ങോട്ട് പോയതാണ്. മിനിസ്റ്റർ ഇന്നലെ രാത്രിയാണ് കുടുംബാംഗങ്ങളെ കണ്ടത്, അവരോട് സംസാരിച്ചിരുന്നു. എന്നാലും വലിയൊരു പ്രയത്നം അതെല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് അർജുന് വേണ്ടി. ഈ സൈബർ ആക്രമണമൊക്കെ അത് അപലപനീയമാണ് എങ്കിൽ പോലും ആ കുടുംബത്തിനെ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്, അവർ അപലപിക്കുന്നതിനപ്പുറത്തേക്ക്. വിനേഷ്, എന്താണ് ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഈ ഒരു ദിവസം 11ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴെങ്കിലും അർജുനെ തേടി അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെ പുലർത്തുകയാണോ എപ്പോഴും? എൽദോ, അങ്ങനെ ഒരു പ്രതീക്ഷ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയായിരുന്നു ആ നിർണായകമായ ഒരു ദിവസം. ഇന്നലെയായിരുന്നു നിർണായകമായ മണിക്കൂറുകളാണ്. കാരണം ലോറി മിനിയാന്ന് കണ്ടെത്തി എന്നുള്ള വിവരത്തിന്റെ പിന്നാലെ ഇന്നലെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നു. അതിനുശേഷം ലോറിയും ക്യാബിനും വേർപെട്ടു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെയുണ്ട്. ഇന്നെങ്കിലും കണ്ടെത്താൻ കഴിയും. കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകളും തെരച്ചിലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യമായൊരു വിവരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. എന്തായാലും അതിനകത്തുനിന്ന് നമുക്ക് പലതരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതിനകത്ത് ഒരു മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള പരിശോധനയിൽ കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതുണ്ട്. ഒപ്പം തന്നെ മറ്റു പല വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതിലേതാണ് സത്യം എന്നുള്ളതൊക്കെ എല്ലാം ഇനിയിപ്പോൾ ഇനിയും മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ശിരൂരിൽ നിന്ന് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ അവിടെ മഴ ശക്തമായി തുടരുകയാണ്. ഒപ്പം തന്നെ ജലനിരപ്പ് ഉയരുന്നു, അടിയൊഴുക്ക് വർദ്ധിക്കുന്നു, ഗംഗാവാലിപ്പുഴയിൽ അടിയൊഴുക്ക് വർദ്ധിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാലും അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് എന്താണ് ആ ലോറി കണ്ടെത്തുകയും ഒപ്പം തന്നെ അതിൽ അർജുനുണ്ടോ എന്നുള്ള കണ്ടെത്തുന്ന ദൗത്യം അതിന് കാത്തിരിക്കുകയാണ് ഈ നാടും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ. മറ്റൊന്ന് ഈ സൈബർ ആക്രമണത്തിൻ്റെയാണ്. സൈബർ ആക്രമണത്തിൻ്റെ ആ വീഡിയോ പ്രചരിപ്പിച്ചത് നമ്മൾ കൃത്യമായി തന്നെ പരിശോധിച്ചു. അതിനകത്ത് 2-3 കാര്യങ്ങൾ, അതായത് വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയിൽ അർജുൻ്റെ മാതാവ് ഷീല വളരെ വൈകാരികമായി തന്നെ ഇന്ത്യൻ ആർമിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അവർക്ക് അവരുടെ കയ്യിൽ മതിയായ എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ അവർ കോമാളികളെ പോലെ വന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാരണം 2-3 ദിവസമായിട്ട് കാര്യമായി തെരച്ചിലൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു തെരച്ചിലില്ലാതെയും ഒരു പക്ഷേ അയാൾ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളൊരു വിശ്വാസമൊക്കെ ആ കുടുംബത്തിനുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അവരങ്ങനെ പറയുന്നത്. ഇത് വെച്ചുകൊണ്ട് ഇതിൻ്റെ സമീപത്തായി, അതായത് ഈ അമ്മ ഇരിക്കുന്നതിന് തൊട്ടടുത്തായി ഇവരുടെ ഒരു ബന്ധു ഇരിക്കുന്നുണ്ട്. അവരുടെ മുടി ബോയ്ക്കട്ടാണ്, അവർക്ക് മറ്റൊരു ചികിത്സയുടെ ഭാഗമായിട്ട് മുടി
പോയതാണ്. അവരെ ഒരു മാധ്യമപ്രവർത്തകയായി ചിത്രീകരിക്കും. അവർ അതായത് ഈ ഷീലയുടെ ചെവിയിൽ മെല്ലെ വാർത്താ സമ്മേളനത്തിനിടയിൽ പറയേണ്ട അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇവർ വാർത്താ സമ്മേളനം നടത്തുന്നതിൻ്റെ ഇടയിൽ, കാരണം നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഇരുന്നതാണ്, ആ വാർത്താ സമ്മേളനത്തിനുള്ള അച്ഛനെ കുറിച്ച് പറയാൻ പറയുന്നത്. അതായത് ഷീലയുടെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന് പറയാനാണ് പറയുന്നത്. കാരണം ആർമിയെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സ്ത്രീ, അതായത് അർജുൻ്റെ അമ്മ ഒരു പട്ടാളക്കാരൻ്റെ മകളാണ്. അപ്പോൾ ആ കാര്യം കൂടെ പറയണം എന്നിവർ മെല്ലെ ചെവിയിൽ പറയുന്നതായിരുന്നു ആ വാർത്താ സമ്മേളനം. പക്ഷേ അത് എഡിറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ഓഡിയോ ഇതിനകത്ത് ചേർത്തുകൊണ്ട് ഇവരുടെ, അതായത് അച്ഛനെക്കുറിച്ച് എന്നുള്ളത് മാറ്റിയിട്ട് പകരം പിന്നെ ഇന്ത്യൻ ആർമിയെ കുറ്റം പറയണം, ഇന്ത്യൻ ആർമിയെ കുറ്റം പറയണം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ആ സ്ത്രീ, അത് പറയുന്ന സ്ത്രീ ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്നുള്ള ചിത്രീകരിച്ചുകൊണ്ട്, അതായത് ഇവരുടെ ബന്ധു ഒരു മാപ്ര എന്നതിൻ്റെ മേലെ എഴുതിയിട്ട് ഒരു മാധ്യമ പ്രവർത്തക ഇവരെ കൊണ്ട് ഇങ്ങനെ ആർമിക്കെതിരെ കുറ്റം പറയിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും അത് മന്ത്രിമാരുൾപ്പെടെ ഇതിൽ ഇടപെട്ട സാഹചര്യത്തിൽ റിയാസ് ഉൾപ്പെടെ ഇടപെട്ട് ശക്തമായി ഇത് തയ്യാറാക്കിയിരുന്ന ആളെ കണ്ടെത്തുകയും അയാൾക്കെതിരെ തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ്. എന്തായാലും ഇത് വലിയ മനുഷ്യത്വരഹിതമായ നടപടി, അതൊക്കെ മനുഷ്യപ്പറ്റ് തീരെ ഇല്ലാത്തവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കുക. കാരണം ആ കുടുംബത്തിന് ഇപ്പോൾ തന്നെ സങ്കടവും ദുഃഖവും ഒരുപാട് ഭാരം ചുമന്നിരിക്കുന്ന കുടുംബത്തിൻ്റെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ആ അമ്മയൊക്കെ ആക്ഷേപിക്കുന്നവർ എത്രത്തോളം മനുഷ്യപ്പറ്റില്ലാത്തവരാണെന്ന് നമുക്ക് വ്യക്തമാവും. എന്തായാലും അതിനെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും നാട്ടുകാരും വീട്ടുകാരും എല്ലാം തന്നെ ഇത്തരം അങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ശരി.